എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഉത്തമഗീതത്തിലെ വളരെ ശ്രദ്ധേയമായ 2 വാക്യങ്ങളെക്കുറിച്ചാണ്. ഒറ്റനോട്ടത്തിൽ അതൊരു പ്രണയകാവ്യം പോലെ തോന്നാം, പക്ഷെ അതിനും അപ്പുറം വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ സന്ദേശം അതിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കടക്കാമല്ലേ? ഇതാണ് നമ്മുടെ ആദ്യത്തെ വാക്യം. ദൈവം തന്റെ ജനത്തോട് എത്രമാത്രം അടുപ്പം ആഗ്രഹിക്കുന്നു എന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. എന്റെ പ്രാവേ എന്ന വിളി കേട്ടില്ലേ? അതിൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിപരമായ ബന്ധത്തിനായുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി 2ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ഇതൊരു ക്ഷണമാണ്. അപകടം നിറഞ്ഞ അഹങ്കാരത്തിന്റെ കൊടുമുടികളുള്ള ഒരിടം വിട്ട് എന്നോടൊപ്പം വരാനുള്ള സ്നേഹനിർഭരമായ ഒരു ക്ഷണം. ഇവിടെ ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കുകയാണ്. അപ്പോ ഈ വാക്യങ്ങൾ വെറുമൊരു കവിതയാണോ? അല്ലേയല്ല. ഇത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഒരു സ്നേഹത്തിന്റെ വിളിയാണ്. അതിന്റെ അർത്ഥം നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ 2 വാക്യങ്ങളെയും നമ്മൾ ചേർത്തുവെച്ചാൽ കിട്ടുന്ന സന്ദേശം ഇതാണ്. ദൈവം നമ്മളോട് പറയുന്നത് പോലെ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഏതു ഭയത്തിലാണ് കഴിയുന്നത്? അവിടെ നിന്നും എന്റെ അടുത്തേക്ക് വരിക. എനിക്ക് നിന്നെ കാണണം, നിന്റെ പ്രാർത്ഥന കേൾക്കണം. ഇതൊരു പൊതുവായ ക്ഷണമേ അല്ല, വളരെ വ്യക്തിപരമായ ഒന്നാണ്. ഇനി നമുക്കതിലെ ആദ്യത്തെ അപ്രതീകത്തിലേക്ക് വരാം. എന്താണ് ഈ പാറയുടെ പിളർപ്പിലിരിക്കുക എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥമെന്താണ്? ഓർക്കുന്നുണ്ടോ? മോശയ്ക്ക് ദൈവത്തിന്റെ തേജസ് കാണണമായിരുന്നു, പക്ഷേ അത് താങ്ങാൻ മനുഷ്യന് കഴിയില്ല. അപ്പോൾ ദൈവം മോശയെ ഒരു പാറയുടെ പിളർപ്പിൽ ഒളിപ്പിച്ചു. അതെ, അതൊരു ദൈവികമായ സംരക്ഷണത്തിന്റെ സ്ഥലമാണ്. ന്യായവിധിയിൽ നിന്നും നമ്മളെ മറയ്ക്കുന്ന ദൈവകൃപയുടെ ഒരിടം. ഇവിടെയാണ് ഈ പ്രതീകത്തിനൊരു പൂർണ്ണത വരുന്നത്. പഴയ നിയമത്തിൽ കണ്ട അഭൗതികമായ പാറയുടെ യഥാർത്ഥ ആത്മീയ അർത്ഥമെന്താണെന്ന് പുതിയ നിയമം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ നമ്മുടെ യഥാർത്ഥ അഭയകേന്ദ്രം, നമ്മുടെ സുരക്ഷിതമായ ഒളിയിടം, അത് ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം: ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ, ഭയങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ, നമ്മുടെ യഥാർത്ഥ സുരക്ഷ ക്രിസ്തുവാകുന്ന പാറയിലാണ്. ദൈവം നമ്മളെ അവിടെയാണ് കാണുന്നത്, സുരക്ഷിതരായിട്ട്. അടുത്തതായിട്ട്, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ പ്രാവയെന്ന് വിളിക്കുന്നത്? വെറുമൊരു ഓമനപ്പേരാണോ അത്? അല്ല, അതിനു പിന്നിൽ വലിയൊരർത്ഥമുണ്ട്. പ്രാവെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സമാധാനവും നിഷ്കളങ്കതയുമൊക്കെയാണ്, അല്ലേ? ബൈബിളിലുടനീളം പ്രാവിന് വളരെ നല്ലൊരു സ്ഥാനമാണുള്ളത്. അത് ദൈവിക സമാധാനത്തിന്റെയും ഒരു പുതിയ തുടക്കത്തിന്റെയുമൊക്കെ അടയാളമാണ്. നോഹയുടെ കാലത്ത് ഒരു പുതിയ ലോകത്തിന്റെ സന്ദേശവുമായി വന്നത് ഒരു പ്രാവാണ്. അതേ പ്രാവ് പുതിയ നിയമത്തിൽ യേശുവിന്റെ സ്നാനസമയത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായി വരുന്നത് കാണുന്നില്ലേ? സമാധാനത്തിന്റെയും ദൈവീക സാന്നിധ്യത്തിന്റെയും എത്ര ശക്തമായൊരു തുടർച്ചയാണിത്! അതുകൊണ്ടാണ് ദൈവം നമ്മളെ എന്റെ പ്രാവേ എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ പുതിയ ആത്മീയ വ്യക്തിത്വത്തെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനമാണ്. ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടികളാണ്, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഇനി ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം നോക്കൂ. ഇതൊരു ചോദ്യമായി നമുക്ക് ചിന്തിക്കാം. ദൈവം എന്തിനാണ് നമ്മുടെ മുഖം കാണാനും ശബ്ദം കേൾക്കാനും ഇത്രയധികം ആഗ്രഹിക്കുന്നത്? എന്താണതിന് കാരണം? തിരുവെഴുത്തിലുടനീളം നമുക്കിത് കാണാൻ കഴിയും. മനുഷ്യൻ ദൈവത്തിന്റെ മുഖം തേടുന്നു, അതേസമയം ദൈവം തന്റെ ജനത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, അതൊന്നും വെറുമൊരു ചടങ്ങല്ല. അത് കേൾക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. ശരി, നമ്മൾ പാറയിൽ സുരക്ഷിതരാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ ലെബാനോൻ വിട്ടുപോരാൻ വിളിക്കുന്നത്? എന്താണ് ഈ ലെബാനോൻ? ലെബാനോൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രതാപത്തെയും ഉയരങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. എനിക്കാരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനോഭാവമില്ലേ, അതാണ് ലെബാനോൻ. ഭയങ്ങളും പ്രലോഭനങ്ങളും നിറഞ്ഞ നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നൊരിടം. ലെബാനോൻ വിട്ടിറങ്ങാനുള്ള ഈ വിളി ലോകത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ വേർപെടുത്താനുള്ള ഒരു ആഹ്വാനമാണ്. ദൈവം അബ്രഹാമിനോട് തന്റെ സുരക്ഷിതത്വം വിട്ട് ഇറങ്ങിവരാൻ പറഞ്ഞില്ലേ? അതുപോലെ ലോകത്തിന്റെ ആകർഷണങ്ങൾ വിട്ട് ദൈവത്തിലേക്കൊരു യാത്ര ചെയ്യാൻ നമ്മളോടും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ വിളി നമ്മെ എവിടേക്കാണ് ക്ഷണിക്കുന്നത്? മറ്റെങ്ങോട്ടുമല്ല, ദൈവത്തോടൊപ്പമുള്ളൊരു പുതിയ സന്തോഷകരമായ ജീവിതത്തിലേക്ക്. ഒരു കാര്യം നമ്മൾ ഉറപ്പായും മനസ്സിലാക്കണം. ലെബാനോൻ വിടാനുള്ള ഈ ആഹ്വാനം ഒരു കഠിനമായ കൽപ്പനയല്ല, മറിച്ച് കൂടുതൽ നല്ലൊരിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള സ്നേഹനിർഭരമായൊരു ക്ഷണമാണത്. നമ്മുടെ ഭയങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് തന്റെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് അതിൽ നിറയെ. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ അഭയം ക്രിസ്തുവാകുന്ന പാറയാണ്. ആ പാറയിലേക്ക് വരാനായി നമ്മൾ ലോകത്തിന്റെ പ്രലോഭനങ്ങളാകുന്ന ലെബാനോൻ വിടണം.
പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ദൈവത്തിന്റെ പ്രാവുകളായി മാറുന്നു. അവനുമായി പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു തന്നെ ഈ ക്ഷണം എത്ര മനോഹരമായിട്ടാണ് ആവർത്തിക്കുന്നതെന്ന് നോക്കൂ. ഇത് നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കിവെച്ച് യഥാർത്ഥ വിശ്രമം കണ്ടെത്താനുള്ള ഒരു ക്ഷണമാണ്. അതുകൊണ്ടേ ദൈവം ഇന്നും നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ആ വിളി നമുക്കൊന്നുകൂടി നമ്മുടെ ഹൃദയത്തിലേറ്റെടുക്കാം. നമ്മുടെ ഒളിയിടങ്ങളിൽ നിന്നും ലോകത്തിന്റെ ഉയരത്തിൽ നിന്നും ഇറങ്ങി ദൈവത്തോടൊപ്പം ചേരാനുള്ള ആ സ്നേഹനിർഭരമായ വിളി. പ്രിയമുള്ളവരെ, ഈ വിളിക്ക് മറുപടി നൽകുക എന്നതിനർത്ഥം നമ്മുടെ ഭയങ്ങളെയും ലോകത്തിന്റെ പ്രലോഭനങ്ങളെയും പിന്നിലാക്കി ക്രിസ്തുവാകുന്ന പാറയിൽ യഥാർത്ഥ സുരക്ഷയും സമാധാനവും സ്നേഹവും കണ്ടെത്തുക എന്നതാണ്. ആ സ്നേഹത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം.